4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ഭാവി ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അറിയാം. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ രാജ്യം കാത്തിരിക്കുന്ന 5 ഇടങ്ങളിലെ വോട്ടെണ്ണൽ തുടങ്ങുകയാണ്. അതിലെ ഏറ്റവും പ്രധാനം നമ്മളെ സംബന്ധിച്ച് കേരളം തന്നെയാണ്. കേരളത്തിൽ ആരാകും അടുത്ത ഭരണത്തിലേറുക എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഏതാനും നിമിഷങ്ങൾക്കകം അറിയാൻ കഴിയും. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 9 മണിയോടുകൂടി ഫലസൂചനകൾ വന്നു തുടങ്ങും. ഏതാണ്ട് 9:30യോടുകൂടി കേരളം ആര് ഭരിക്കും, UDF ആണോ അതോ LDF ആണോ ഭരിക്കുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചു തുടങ്ങും. LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവർക്ക് പശ്ചിമ ബംഗാളിൽ ഭരണമില്ല, ത്രിപുരയിൽ ഭരണമില്ല. ആകെയുള്ള തുരുത്തായി ശേഷിക്കുന്നത് കേരളമാണ്. കേരളത്തിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസക്തി തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇല്ലാതാകുന്ന ഒരു ഫലപ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലേക്ക് പോയാൽ മിക്ക എക്സിറ്റ് പോളുകളും നിലവിൽ DMKയെ പിന്തുണയ്ക്കുന്നു. ഭരണകക്ഷിയായ DMK ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത്. എങ്കിലും ചില ഫലങ്ങൾ TVKയുടെ നേതാവായ വിജയ്ക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതും കാണാതിരുന്നുകൂടാ. അങ്ങനെയെങ്കിൽ സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണേണ്ടി വരും തമിഴ്നാട്ടിൽ. അഥവാ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രം വിജയ് ഭരണം പിടിക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ ഇന്ന് മമതാ ബാനർജിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. മമതാ ബാനർജി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന് ചില സർവേകൾ സൂചിപ്പിക്കുന്നെങ്കിലും ഭൂരിപക്ഷം സർവേകളും BJPയെ അനുകൂലിക്കുന്നു. ഇത്തവണ മമതയുടെ ഭരണം തൂത്തെറിഞ്ഞുകൊണ്ട് BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തുമെന്നാണ് മിക്ക സർവേകളും പ്രവചിക്കുന്നത്. അതും ഇന്ന് നമുക്ക് രണ്ടിലൊന്നറിയാൻ കഴിയും. ഇന്ന് ആരാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി ഏതാണ്ട് 9:30-10 മണിയോടുകൂടി അറിയാൻ കഴിയും. അസമിലേക്ക് വന്നാൽ അവിടെയും BJPക്കാണ് സാധ്യതയെന്ന് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഏറെ. അസമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും തുടർഭരണം പ്രഖ്യാപിക്കുന്ന എക്സിറ്റ് പോളുകളാണ് കൂടുതലും. പോണ്ടിച്ചേരിയിലേക്ക് വന്നാൽ അവിടെയും തുടർഭരണമാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രഖ്യാപിക്കുന്നത്. N രംഗസ്വാമി തന്നെ വീണ്ടും NDAയുടെ മുഖ്യമന്ത്രിയായി പുതുച്ചേരിയിൽ അധികാരം പിടിക്കും എന്ന് തന്നെയാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും തെളിയിക്കുന്നത്. ഏതായാലും ഇത്തവണ കേരളത്തിൽ ആരാണ് ഭരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് മലയാളികളെ സംബന്ധിച്ച്. UDF ആണോ അതോ LDF ആണോ? LDF ആണോ എങ്കിൽ വലിയ ഒരു റെക്കോർഡിന് തന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. തുടർച്ചയായി 3 തവണ കേരളത്തിലേക്ക് LDF അധികാരത്തിൽ വരുന്നു. അങ്ങനെയെങ്കിൽ UDFന്റെ പ്രസക്തി തന്നെ കേരളത്തിൽ ഇല്ലാതാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ 5 ഇടത്തെയും ഫലങ്ങൾ വന്നു തുടങ്ങും. കൃത്യമായിട്ട് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഈ 5 ഇടത്തെയും ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഉണ്ടാകും. അതോടുകൂടി ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 29 വരെ നീണ്ടുനിന്ന ഈ വോട്ടെടുപ്പിന്റെ അന്തിമമായിട്ടുള്ള ആകാംക്ഷ അവസാനിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 12 മണിക്ക് മുൻപ് തന്നെ ഈ 5 ഇടങ്ങളിൽ ആര് ഭരിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കും. ഔദ്യോഗിക ഫലപ്രഖ്യാപനം 5 മണിക്കാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.